ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയാന്തർഭാഗത്ത് പ്രേരിപ്പിച്ചതും ഇവിടെ സംസാരിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ സംസാരിച്ചതുമായ ഒരു തിരുവചന ഭാഗം വായിച്ചു വളരെ വേഗത്തിൽ നമുക്ക് ആ തിരുവചന ചിന്തകളിലേക്ക് പ്രവേശിക്കാം. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 30-ാമത് വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 30-ാമത് വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഒരുമിച്ച് ചിന്തിപ്പാൻ കൃപ നൽകണമേ കർത്താവേ. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ മാറ്റമില്ലാത്ത അരുളപ്പാട്, മാറ്റമില്ലാത്ത നിത്യവചനത്തിൻ്റെ സത്യം ഈ ദേശത്തോട് ഞങ്ങൾ ഒരുമിച്ച് ഘോഷിക്കുമ്പോൾ അത് അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇന്ന് രാത്രി മുഖാന്തരമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകത്തിരിക്കുന്നവർക്ക് ആത്മീയ ബലവും ചൈതന്യവും പകരണമേ. പുറത്തുള്ളവർ ഈ ആത്മീയ അനുഭവത്തിലേക്ക് വരുവാനും ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകൾ ദൈവം പര്യാപ്തമാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചന ഭാഗത്തിനായി സ്തോത്രം. നാം വായിച്ച വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെപ്പറ്റി ദൈവദാസൻ ആമുഖവാക്യങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയല്ലോ. ഇതിൻ്റെ തുടക്കം മുതൽ ഈ സത്യം വ്യാപിക്കാതിരിക്കുവാൻ, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുവാൻ എല്ലാ കാലഘട്ടങ്ങളിലും രാജാക്കന്മാരും സമ്രാട്ടുകളും വിവിധങ്ങളായ എതിരാളികൾ ഉയർന്നു വന്നു എങ്കിലും ആർക്കും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ഇതിനോട് എതിരിട്ടവരെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട്, ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ അവരെയെല്ലാം ഇതിൻ്റെ അനുയായികളാക്കി മാറ്റിക്കൊണ്ട് സുവിശേഷം ഇന്നും ജൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസൻ ആമുഖമായി ഓർമ്മപ്പെടുത്തി. ജ്ഞാനിയായ മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു 50 വർഷത്തിനുള്ളിൽ ബൈബിളിന് വായനക്കാരില്ലാതെ ഇത് മ്യൂസിയങ്ങളിൽ പോലും തപ്പിയാൽ കിട്ടാത്ത നിലയിൽ പുസ്തകത്തെ ഞാൻ ആക്കി തീർക്കുമെന്ന് പറഞ്ഞെങ്കിലും 30 വർഷം പിന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ബൈബിളിനെതിരെ എഴുതാൻ ഉപയോഗിച്ച ലൈബ്രറിയെല്ലാം ജനീവയിലെ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി ഏറ്റവും അധികം ബൈബിൾ അവിടെ അച്ചടിച്ചിറക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷത്തോട് ആരൊക്കെ സമീപിച്ചിട്ടുണ്ടോ, വിമർശനത്തോട് ആരൊക്കെ അടുത്തു വന്നിട്ടുണ്ടോ, അവരെല്ലാം കീഴ്പ്പെടുത്തിയ ചരിത്രമാണ് ഈ പുസ്തകത്തിനുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഇന്നും നാളെയും മറ്റന്നാളുമായി ഈ ആലയത്തിൻ്റെ അങ്കണത്തിൽ നടക്കുന്ന സുവിശേഷത്തിൻ്റെ വിളംബര നിമിത്തം ചിലരുടെ പേര് കൂടെ നിശ്ചയമായും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുമെന്നതിന് സംശയമില്ല. ഉലക ചരിത്രം പഠിച്ചാൽ പ്രപഞ്ചത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള, എല്ലാവരും നിർബന്ധമായി കേൾക്കണമെന്നുള്ള, എല്ലാവരും ഇതിൻ്റെ അനുയായികളായി തീരണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന ഒറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. അത് വേദപുസ്തകം മാത്രമാണ്. ദാനിയേൽ 10:21 ഇങ്ങനെ പറയുന്നു, ഇത് സത്യഗ്രന്ഥമാണ്. അങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം നമ്മൾ ഒരുമിച്ചാണ് ദേശത്തോട് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് കേൾക്കണമെന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും അധികം എതിരാളികളുമുള്ളത്. ഇതുകൊണ്ട് പലയിടങ്ങളിൽ ചെന്നാൽ ആളുകൾ നമ്മളെ അവിടെ നാട്ടിപ്പായിക്കാൻ കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ നമ്മളോട് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും ഇത് പറയണമെന്നാണ്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. നമ്മളെ അസഭ്യവാക്കുകൾ പറഞ്ഞാട്ടിപ്പായിച്ചാലും, നമ്മളെ ഉപദ്രവിച്ചാലും, ഇനി ഈ വഴി വരരുതെന്ന് പറഞ്ഞാലും ഈ സുവിശേഷം വല്ലവിധേനയും ആ വ്യക്തിയുടെ അന്തരാത്മാവിൽ പ്രവേശിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ഈ സന്ദേശം പറയുകയും ചെയ്തുകൊണ്ടിരിക്കും.
കാരണം അതിൻ്റെ മഹത്വം ഇന്നലകൾ നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്ന ഈ സന്ദേശം കേട്ട് സന്ദേശത്തോട് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സന്ദേശത്തിന് അനുയായികളാക്കി ദൈവം നമ്മളെ മാറ്റി അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ആത്മജീവിതത്തിലും ഭൗതിക ജീവിതത്തിൽ തന്നു കഴിഞ്ഞപ്പോൾ, ദൈവം നമുക്ക് നൽകിയ സമാധാനത്തിന് ആഴം തിരിച്ചറിഞ്ഞപ്പോൾ, സ്വസ്ഥതയുടെ ആഴം തിരിച്ചറിഞ്ഞപ്പോൾ, ഈ സമാധാനം എല്ലാവരും അറിയണമെന്ന് നമുക്ക് വലിയ വാഞ്ഛയാണ്. നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹം, എല്ലാവരും ഈ സത്യം അറിയണം. പക്ഷെ ലോകം ഇതിനെ വിലയിടുന്നത് പണം കൊടുത്ത് മനുഷ്യനെ മാറ്റുന്ന മാർഗം എന്നൊക്കെയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു സുവിശേഷ യോഗം നന്നായി നടത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. പ്രിയ ജി തോമസ് മാസ്റ്റർ ചോദിച്ചറിയത് ഇത്രയും ക്രമീകരിച്ചതിൻ്റെ പിന്നിലെ ത്യാഗങ്ങളൊക്കെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരാത്മാവിൻ്റെ വില എന്ന് പറയുന്നത് ലോകത്തെക്കാൾ വിലയേറിയതാണ്. സത്യവാചകം കേട്ടവരാണ് നമ്മൾ. ഇത് മറച്ചു വെക്കാൻ നമുക്ക് അനുവാദമില്ല. ലേവ്യ പുസ്തകം 5:1 ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഒരുവൻ സത്യവാചകം കേട്ടിട്ട് താൻ അറിയോ കേൾക്കുകയോ ചെയ്ത കാര്യം മറച്ചു വെച്ചാൽ അവൻ പാപം ചെയ്യുന്നു. യേശുക്രിസ്തുവല്ലാതൊരു രക്ഷകനില്ല എന്നുള്ള നിത്യസത്യം ഹൃദയത്തിൽ അറിഞ്ഞ് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരുവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവനത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഈ സത്യം അറിയാതെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ക്രമീകരിച്ചു വച്ചിരിക്കുന്ന ഒരു സംവിധാനമല്ല. വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി ആ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1:6 പറയുന്നത് ഇത് സർവ്വലോകത്തിനുമുള്ളതാണ്. പ്രത്യേക ജനവിഭാഗത്തിന്, പ്രത്യേക രാജ്യങ്ങൾക്ക്, പ്രത്യേക സമൂഹങ്ങൾക്ക് വേണ്ടി നിശ്ചിതമായ മതങ്ങളും ആരാധനകളും ഗ്രന്ഥങ്ങളും ഒക്കെ അവർ ക്രമീകരിച്ചു വെച്ച് പുറത്തുള്ള ഒരാൾക്ക് വായിക്കാൻ അനുവാദം കൊടുക്കാതെ, അത് കൈകാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ, ഇനി അവരെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ഇത് കൈക്കലാക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ നിലയിൽ കൈകാര്യം ചെയ്യുന്ന വിവിധ സംവിധാനങ്ങളുള്ളപ്പോൾ തന്നെ ഉലകത്തിലെ ഏതു മനുഷ്യനും എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ വച്ചിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്നേ ഏതു മനുഷ്യനും വാങ്ങുവാനും വായിക്കുവാനും അനുസരിക്കുവാനും വിളിച്ചു പറയുവാനും അനുവാദമുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. ഇത് മാറോട് ചേർത്ത് പിടിച്ചവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്, സമാധാനമുണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ രാത്രി നമ്മൾ ഒരുമിച്ചാണ് ഈ ദേശത്തോട് ഈ പുസ്തകത്തിന് സംവദിക്കാൻ പോകുന്നത്. സുവിശേഷം സർവ്വലോകത്തിനുമുള്ളതാണ്. അതുകൊണ്ട് സർവ്വലോകത്തിലും ഇത് പ്രഘോഷിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വരും ദിവസങ്ങളിൽ ദൈവദാസന്മാർ എൻ്റെ പിന്നാലെയുണ്ട്, അവരതിൻ്റെ ആഴം പറയും. എങ്കിലും ഞാനൊരു വാക്കിൽ അത് പറഞ്ഞു വിടാം. എന്തുകൊണ്ടാണ് സർവ്വലോകത്തിലോടും ഈ സുവിശേഷം ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ചിലർ പറയും, നിങ്ങളുടെ ഈ യോഗങ്ങളൊക്കെ അടച്ചിട്ട നിങ്ങളുടെ ഹാളുകളിൽ നടത്തിയാൽ പോരെ, ഇത് ഞങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് സ്നേഹത്തോടെ പറയും, സഹോദര, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം സുവിശേഷവും സർവ്വലോകത്തിന് കൊടുക്കാൻ കാരണം, എല്ലാവരും ഇത് കേൾക്കണമെന്ന് കൽപ്പിക്കാൻ കാരണം, അനുസരിക്കണമെന്ന് കൽപ്പിക്കാൻ കാരണം, ഉലകത്തിലെ സകല മനുഷ്യനെയും ന്യായം വിധിക്കുന്നത് ഈ സുവിശേഷം വെച്ചാ. പ്രൈസ് ദി ലോർഡ്. കൃത്യമായ വാക്യമുണ്ട്. ഈ സുവിശേഷം സർവ്വലോകത്തിനുള്ള. കൊലോസ്യർ 1:6, 2 കൊരിന്ത്യർ 11:7 പറയും, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇതൊരു മനുഷ്യന്റെ ചിന്തയിൽ, അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടി ഉരുത്തിരിച്ച ഒരു മാർഗമല്ല. അവന്റെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ, ഭാവി കാര്യങ്ങൾ സംവിധാനമൊക്കെ സെറ്റപ്പാക്കുവാൻ വേണ്ടി ചില മനുഷ്യരുടെ മനോമണ്ഡലങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഒന്നല്ല സുവിശേഷം. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ആമുഖമായി ദൈവദാസൻ അതല്ലേ ചിട്ടയ്ക്ക് പറഞ്ഞു വെച്ചു. ഞാൻ ഓർമ്മപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ദൈവദാസന്മാരെ വിളിക്കുമ്പോൾ പ്രഥമ രാത്രി അവർക്ക് തന്നെ കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളുടെ നിലയിൽ പറഞ്ഞാൽ അത് ഒരു അനുഗ്രഹമാണ് ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇത് മനുഷ്യരുടെ അല്ല, ഇതൊരു ജനവിഭാഗത്തിന്റെ അല്ല. ഏതെങ്കിലും ആളുകളുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു ചെറിയ പ്രസ്ഥാനം തട്ടിക്കൂട്ടി അതിന്റെ പിന്നിൽ ഒരുക്കിയെടുത്ത ഒരു പറ്റം മനുഷ്യരുടെ ഇടപാടുകളല്ല സുവിശേഷം. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെതാണ്.
എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, നാം എല്ലാവരും ആ ദൈവത്തിന്റെ സൃഷ്ടികളായതുകൊണ്ട് എല്ലാവരും ഇത് കേട്ടിരിക്കണം. മറ്റൊന്ന് പറയുന്നു, 2 കൊരിന്ത്യർ ലേഖനം 4:4 പറയുന്നു, ഇത് തേജസ്സുള്ള സുവിശേഷമാണ്. തേജസ്സുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിന് ദൈവം ഇത് കേൾക്കാതിരിക്കാൻ മനുഷ്യന്റെ ഹൃദയവും കണ്ണും ഒക്കെ കുരുടാക്കി ഇതിനെ മാറ്റിക്കളയുന്നു. എന്നാലും നമ്മളിത് പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എഫേസ്യ ലേഖനം 6:6 ഇത് വായിക്കുന്നത്, ഇത് സമാധാനമാണ്, സമാധാന സുവിശേഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 തീമോഥെയോസ് 1:11 പറയുന്നുണ്ട്, ഇത് നിത്യ സുവിശേഷമാണ്, ഇത് മാറ്റമുള്ളതല്ല. വെളിപ്പാട് പുസ്തകം 14:6 പറയുന്നുണ്ട്, ഇത് നിത്യ സുവിശേഷമാണ്, ഇത് ദൈവകൃപയുടെയാണെന്ന് 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വായിക്കുന്നുണ്ട്. ഈ സുവിശേഷമാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ ഇത് പ്രസംഗിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 14:15 നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കണം. ആ ആ ആ ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമല്ലെങ്കിൽ മനം തിരിയണമെന്നാണ് രേഖപ്പെടുത്തുന്നത്. അഥേന എന്ന വിശ്വപ്രസിദ്ധമായ പട്ടണത്തിൽ തത്വജ്ഞാനികൾ നിറഞ്ഞു പാർക്കുന്ന നിരവധി അവരുടെ ആരാധനാമൂർത്തികളെ ഒരുക്കി വെച്ച് എല്ലാം പ്രസാദപ്പെടുത്തി അവർ ആരാധിക്കുന്ന കേന്ദ്രമാണ്. അവർ വിവിധങ്ങളായ ആരാധനയുടെ ഇടങ്ങൾ ഒരുക്കി വെച്ചിട്ട് അതിനിടയിൽ അജ്ഞാത ദേവൻ എന്ന പേര് കൂടെ എഴുതി ഒന്നിനെ അവർ ആരാധിച്ചു വരുമ്പോൾ അവരോടാണ് പൗലോസ് നാം വായിച്ച കുറിവാക്കിന് സമ്മതിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ അതിനെയും ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് അത്തരത്തിൽ പേരിട്ട് ആരാധിക്കുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മനുഷ്യന് തിരിയാൻ എന്താണ് വഴി? എന്തുകൊണ്ട് മനുഷ്യരത്തരത്തിൽ തിരിയേണ്ടി വന്നു? ദൈവിക സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, തേജസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഏദനിൽ ദൈവം മനുഷ്യനോടൊപ്പം ഇറങ്ങി വന്നൊരുമിച്ച് ആയിരിക്കുന്ന ഏറ്റവും മഹനീയമായ നിമിഷങ്ങൾ. പക്ഷെ ആ നിമിഷങ്ങളെ മനുഷ്യൻ പാപനിമിത്തം നഷ്ടപ്പെടുത്തുകയാണ്. വെയിലാറുമ്പോൾ ദൈവത്തിന്റെ കാലച്ചകൾ തോട്ടത്തിൽ കേൾക്കുമ്പോൾ മനുഷ്യൻ ഓടിയെത്തുകയാണ് അരികിലേക്ക്. ഭയമില്ലാതെ തങ്ങൾ നഗ്നത അവർക്ക് തോന്നാതെ ദൈവത്തിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുന്ന മനുഷ്യൻ പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ കാലച്ച കേൾക്കുമ്പോൾ ചോദിച്ചു, മനുഷ്യ നീ എവിടെ? ഓടിച്ചെല്ലാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാതെ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി, ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ ദൂരവേ അകറ്റി, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ കഴിയാതെ അകലങ്ങളിൽ ഭയത്തോടെ ഒളിച്ചിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ നഗ്നരാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. ഇവൻ ചോദിച്ചു, നിന്നോട് നഗ്നരാണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അങ്ങനല്ലല്ലോ. നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ. പാപം ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പാപനിമിത്തം ദൈവവും മനുഷ്യൻ തമ്മിൽ അകലമായി പോയി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ആ മനുഷ്യനെ തള്ളിക്കളഞ്ഞ ശേഷം മറ്റൊരു സൃഷ്ടിപ്പ് നടത്താതെ അവനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ കൃത്യമായ രേഖയാണ് വിശുദ്ധ വേദ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ള പദ്ധതിക്ക് വേണ്ടി ദൈവം ഇങ്ങനെ, നമുക്കറിയാം പിശാചും മനുഷ്യനും ദൈവമായിട്ടുള്ള ആ സംഭാഷണം നമുക്കറിയാം. അനന്തരമായിട്ട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. എന്റെ സാദൃശ്യത്തെ സ്വരൂപത്തിൽ ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ പ്രലോഭനത്താൽ പാപത്താൽ നീ തകർത്തുവെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി തന്നെ ഒരുവൻ ഈ മണ്ണിൽ വരും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്നുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രഥമമായ വെളിപ്പാട്. സ്ത്രീയുടെ സന്തതി ലോകത്തിലേക്ക് വരും. ഇത് കേട്ട പിശാച് അടങ്ങിയിരുന്നില്ല.
അവൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. സ്ത്രീയുടെ സന്തതിയായി പിറവിയെടുക്കുന്നവരെയെല്ലാം തകർക്കുക എന്നുള്ള വലിയ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മറുമണ്ഡലങ്ങളിൽ സാത്താൻ പ്രവർത്തിച്ചെങ്കിലും ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് തടയിടാൻ സാത്താന്യ മണ്ഡലങ്ങൾ കഴിയാതെ ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവത്തിനായ ക്രിസ്തു മണ്ണിലേക്ക് വരുവാൻ കാലഘട്ടങ്ങളെ, ചരിത്രത്തെ, സാമ്രാട്ടുകളെ, രാജാക്കന്മാരെ ദൈവമൊരുക്കിയെങ്കിൽ ആ കാലബിന്ദുവിൽ ക്രിസ്തു ഈ മണ്ണിൽ അവതരിച്ചു എങ്കിൽ തടസ്സങ്ങളെ ഒന്നും അതിനെ പരാജയപ്പെടുത്താൻ കഴിയാതെ ജയിച്ചുകൊണ്ട് സുവിശേഷം മണ്ണിൽ അവതരിച്ചെങ്കിൽ ഇന്ന് രാത്രി അങ്കണത്തിൽ കൂടിയിരിക്കുന്നവരോട് ആത്മാവിൽ എനിക്ക് ദൂത് കൈമാറാനുണ്ട്. ദൈവം നിനക്കായി ഒരുക്കിയ പദ്ധതികൾ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വലിയേറിയതാണ്, അവ വിലയുള്ളതാണ്. അതിനെ തച്ചുടയ്ക്കുവാൻ, തടയുവാൻ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയത്തില്ല. അത് നിശ്ചയമായി നിന്റെ സമീപം എത്തുക തന്നെ ചെയ്യും. ഒരു ഭാഗത്ത് ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും പോരാട്ടങ്ങളെ അതിജീവിക്കുന്ന ഒരു കരുത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്. ഓരോ ദേശങ്ങൾ ദൈവം നമ്മളെ ആക്കി വെക്കുമ്പോൾ, സുവിശേഷം വിളിച്ചു പറയുമ്പോൾ അത് ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ, ദേശത്തെ ജനത്തിന്റെ ഹൃദയത്തെ കുരുടാക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് നമുക്ക് ആത്മാവിൽ പോരാടേണ്ടതായിട്ടുണ്ട്. നമുക്കവയോട് പോരാട്ടമുണ്ട്. ആത്മനിറവിൽ പോരാടുമ്പോൾ അവ നിന്റെ മുമ്പിൽ അടിയറ പറയും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് ചെന്ന് കീഴടക്കാൻ കഴിയാത്ത മേഖലകളിൽ തമ്പുരാൻ നേരിട്ടിറങ്ങും, തന്റെ ദൂതന്മാരെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഫിലിസ്തീൻ എന്ന പ്രബല ശത്രുവിനെ കയ്യിൽ രക്ഷിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരുവനുണ്ട്. അവന്റെ പേര് ശിംശോൻ എന്നാണ്. ശക്തനായിരുന്നു. പക്ഷേ ദാഗോന്റെ ക്ഷേത്രത്തിൽ അവനെ തകർത്ത് കണ്ണുകൾ നഷ്ടപ്പെടുത്തി കൈകൾ ബന്ധിച്ച് അതിനകത്തവനെ ഒടുക്കിക്കളഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അസ്തമിച്ചില്ല. പിന്നീടുള്ള ചരിത്രം വായിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന്റെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിനകത്തായി. തൊടാൻ കഴിഞ്ഞില്ല. അവന്റെ തലയും വെട്ടി കയ്യും വെട്ടി തമ്പുരാൻ ഇറങ്ങിപ്പോന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവർത്തികൾക്ക് പിമ്പിൽ ഗൂഢമായി പ്രവർത്തിക്കുന്ന ചിന്തകളെ, പ്രവർത്തികളെ, കരങ്ങളെ രണ്ടും വെട്ടിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ ദേശത്ത് സഭ ശക്തിപ്പെടാതിരിക്കാൻ, പ്രബലപ്പെടാതിരിക്കുവാൻ, ഏതൊക്കെ ദേശത്തിന്റെ അധിപതികൾ, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ശക്തമായി ഉയർന്നാലും തമ്പുരാൻ നേരിട്ടിറങ്ങിയാൽ ചിലത് നിലം പതിക്കും, ചിലത് തകർന്നു മാറും. ഒരു ഓർമ്മയായി അത് നിലകൊള്ളും. യെസ്, ഈ രാത്രി സഭയോടുള്ള ആത്മീയദൂതാണ് ഈ സുവിശേഷ യോഗത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നിനക്ക് കഴിയാത്തത് മാറി 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 പലരും വന്നിട്ടും ശക്തിപ്പെടുകയില്ലെന്ന്, ശക്തിപ്പെടുത്തുകയില്ലെന്ന് വാദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഞാൻ നേരിട്ടിറങ്ങാൻ പോകുക. അശ്ശൂർ പാളയത്തിൽ ദൂതനെ അയച്ചതുപോലെ ഞാൻ നേരിട്ടിറങ്ങുന്നതിൽ നാളുകൾ അതിവിദൂരമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക ഇന്ന് രാത്രി. ഇവിടെ മാത്രമല്ല, എവിടെയൊക്കെ സഭകൾ കരുത്ത് പ്രാപിക്കാതിരിക്കുന്നുവോ അവിടെയെല്ലാം ഈ കാലഘട്ടങ്ങളിൽ 2025 തുടങ്ങി പുതിയൊരു ആത്മീയ ഉണർവിന്റെ വഴി തമ്പുരാൻ തുറക്കുകയാണ്. ആ ഉണർവിന്റെ ജ്വാല ഒരിടത്തുനിന്ന് കത്തി പടരുകയാണ്. അത് തടസ്സങ്ങളെ തച്ചുടച്ച് അതിനെ ഭസ്മമാക്കിക്കൊണ്ട് ഒരു ജൈത്യ യാത്ര തന്നെ ചെയ്യും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദേശത്തും വെളിപ്പെടും നിശ്ചയമായി. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും, അവൻ ശത്രുവിൻ്റെ തലയെ തകർത്തുകൊണ്ട് ഈ മനുഷ്യനെ വീണ്ടെടുക്കും എന്നുള്ള പ്രവൃത്തി ഓരോ ഘട്ടങ്ങളിൽ, ഓരോ തലമുറകൾ ഇങ്ങനെ ദൈവം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇതിനെയെല്ലാം തന്ത്രപരമായി പിശാച് തടസ്സങ്ങളും പ്രതികൂലങ്ങളും നിരത്തിയിട്ടുണ്ട്. അതോരോ പുസ്തകത്തിൽ നമുക്ക് ഉൽപ്പത്തി മുതൽ മലാക്കി ഉള്ള പുസ്തകങ്ങളിൽ കൃത്യമായി അടിവരയിട്ട് പഠിക്കുവാൻ നമുക്ക് കഴിയും. എന്താ, നമുക്ക് സുവിശേഷ യോഗങ്ങളിൽ സമയപരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു വിടും. ഓരോ പുസ്തകത്തിലുമുണ്ട്. കാരണം ഓരോ പുസ്തകത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി, പുറപ്പാടിൽ അവൻ പെസഹ കുഞ്ഞാട്, ലേവിയയിൽ അവൻ പരമയാഗമാണ്, സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ്, ആവർത്തനത്തിൽ വരുവാനുള്ള പ്രവാചകനാണ്, യോശുവയിൽ അവൻ സർവ്വസൈന്യാധിപനാണ്, ന്യായാധിപന്മാരിൽ അവൻ ശ്രേഷ്ഠ ന്യായാധിപനാണ്, രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനാണ്, ഇസ്രായേൽ പുസ്തകത്തിൽ ജനത്തെ മടക്കി വരുത്തുന്നവനാ, എസ്തേറിൽ സ്വജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനാ. ഇങ്ങനെ ഓരോ പുസ്തകത്തിലും മലാക്കി വരെയുള്ള പുസ്തകത്തിൽ വളരെ കൃത്യമായി ഈ നീതിസൂര്യനായ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ ആ ദൈവീയ ശബ്ദത്തിനെതിരെ പിശാച് കാലഘട്ടങ്ങളെ, സാമ്രാട്ടുകളൊക്കെ ഒരുക്കി തടസ്സം സൃഷ്ടിച്ചെങ്കിലും മലാക്കിയിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോട് ഉദിക്കുമെന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ പിന്നീട് ദൈവശബ്ദമില്ലാത്ത, പ്രവാചക ശബ്ദമില്ലാത്ത, അരുളപ്പാടുകളില്ലാത്ത, ആലോചനയില്ലാത്ത 400 ഇരുണ്ട വർഷം
ദൈവദാസന്മാരൊക്കെ വചനമാത്രമേ പഠിപ്പിക്കുന്നതിനാണ് അവർക്കറിയാം. 400 വർഷം ദൈവശബ്ദമില്ല. പിശാച് ചിന്തിച്ചു, എല്ലാം അസ്തമിച്ചു. പക്ഷേ ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ മറവിൽ ദൈവം തൻ്റെ പദ്ധതികൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നു. ക്രിസ്തു വരേണ്ടിയ കാലഘട്ടത്തിന് വേണ്ടി ഒരു ജനതയെ ദൈവം ആ നിലയിൽ ഒരുക്കി. ഭരണ സംവിധാനത്തെ ആ കാലഘട്ടത്തിലായിരിക്കേണ്ട രാജാക്കന്മാര് എവിടെയായിരിക്കണം? ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരത്തിക്കൊണ്ട് 400 വർഷത്തെ ഇടവേളയെ കീറി മുറിച്ചുകൊണ്ട് നീതിസൂര്യനായ ക്രിസ്തു ബത്ലഹേമിൽ മാനവജാതിയുടെ മുഴു ലോകത്തിന്റെയും വീണ്ടെടുപ്പിനായി വചനമായിരുന്നവൻ, സകലത്തിന്റെയും കാരണഭൂതനായിരുന്നവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ മണ്ണിലേക്ക് ജഡത്തിൽ അവതരിച്ചു. ആ വഴി തടയുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി വീക്കോട്ടയത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, സുവിശേഷത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഞങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതാക്കാം, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാം. അത് രേഖപ്പെടുത്തിയ ദൈവത്തിന്റെ അരുളപ്പാട് നിത്യവചനത്തെ തുടച്ചു കളയാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കുന്നുകര എന്ന സ്ഥലത്ത് എറണാകുളത്ത് ഒരു പരസ്യ യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരൻ ഓടി വന്നൊരു എയർ ഗണ്ണെടുത്ത് എൻ്റെ നെഞ്ചിലേക്ക് വെച്ചിങ്ങനെ, എടോ ഇപ്പോൾ ഇയാളെ വെടി വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പ്രസംഗം കൂടെ നടത്താൻ ഒരു അനുവാദം തരാമെന്ന് ചോദിച്ചു. എന്നോട് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസംഗമാണ്. ശ്രീനജൻ എന്ന ആ ബ്രദറിൻ്റെ പേര് ഞാൻ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഇല്ലാതാക്കാം, പക്ഷേ പിന്നാലെ ഒരാളുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, കർത്താവ് ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് തോന്നുന്നു സുവിശേഷം തീർന്നു. നോ, അപ്പോസ്തലന്മാർ ഓരോന്നായി വന്നു. അവരെല്ലാവരെയും വിവിധ നിലകളിൽ ഈ ലോകത്തുനിന്ന് അവരെ മരണം വഴിയായി പറഞ്ഞയച്ചു. ശിഷ്യന്മാർ യോഹന്നാൻ ഒഴി എല്ലാവരും ദാരുണമായ രക്തസാക്ഷി മരണം സ്വീകരിക്കുകയാണ്, അവർ മരണം വരിക്കുകയാണ്. പക്ഷെ സുവിശേഷം മങ്ങിയില്ല, സുവിശേഷത്തിന് മങ്ങലേറ്റില്ല. അത് ഇന്നും അനേകരെ കൊയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരെ കൊയ്തു മാറ്റാം, പക്ഷെ സുവിശേഷം നിന്നെ കൊയ്തെടുക്കും. അത് കൊയ്ത് കളപ്പുരയിൽ ഗോതമ്പ് ശേഖരിക്കുന്നത് പോലെ സഭയാകും ആലയത്തിലേക്ക് അനേകരെ കൊയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം കൃത്യമായി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ പദ്ധതി, ആ പദ്ധതിയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന വിളംബരം. ആ മനുഷ്യനെ ദൈവത്തെങ്കിൽ അടുത്ത് ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ച, വെയിലാറുമ്പോൾ ഓടി ഭയമില്ലാതെ ദൈവത്തിന് അരികിലേക്ക് ചെന്ന മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നടന്നൂരേക്ക് അവൻ പറഞ്ഞു, ആ തേജസ്സിന് മുമ്പ് നിൽക്കാൻ കഴിയുന്നില്ല, ഭയമാണ് എനിക്ക്, ഞങ്ങൾ നഗ്നരാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് മനുഷ്യൻ ദൂരവേ പോയി. ഏതിനെ മനുഷ്യനെ പുറത്താക്കുന്നു. പറഞ്ഞു, ഈ അവസ്ഥയിൽ നിനക്കിവിടെ തുടരാൻ കഴിയത്തില്ല. പുറത്താക്കിയ ശേഷം ഏതിൻ്റെ കിടക്ക് തിരിയുന്ന വാളിൻ്റെ ജാലയുമായി കിരൂപകളെ ദൈവമാക്കി വെച്ചു. ഇവിടേക്ക് നിനക്കൊരു അവസരം തരും. നീ വീണ പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത ശേഷം ഈ അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. നിശ്ചയമായി ആ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാനായകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് ദൈവത്തിങ്കിലേക്ക്, അതായത് ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് ലോകത്തിലേക്ക് പാപത്തിലേക്ക് പോയ മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നത് സുവിശേഷമാണ്. വേറെ ഒന്നിനും മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ ഒക്കത്തില്ല. അതെല്ലാം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ തിരിച്ച് ലോകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പാപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, വെറിക്കൂത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അധർമ്മപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മദ്യപാനത്തിൽ നിന്ന്, അധർമ്മപ്രവൃത്തിയിൽ നിന്ന്, പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് ഒരു മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്ന ഉലകത്തിൽ ഒരു സന്ദേശമുണ്ടെങ്കിൽ ധൈര്യത്തോടെ, അർത്ഥശങ്കക്കിടയില്ലാതെ, ആവേശത്തോടെ ഞങ്ങൾ വിളിച്ചു പറയും, അത് സുവിശേഷം മാത്രമാണ്. ഈ സുവിശേഷം എന്ന് പറയുന്നത് പുസ്തകത്തിലെ ചില വാക്കുകൾ മാത്രമല്ല. വളരെ കൃത്യമായ വചനം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത്
ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തുവാണ്. അർത്ഥാൽ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു നടത്തുവാൻ കഴിയുന്ന ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥൻ, സകല മനുഷ്യനും മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശു തന്നെ. വേറൊരു മധ്യസ്ഥനില്ല. ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ സുവിശേഷം എല്ലാവരും കേൾക്കണമെന്നുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവത്തെങ്കിലേക്ക് തിരിയണം. എല്ലാവരും തെറ്റിപ്പോയി. നമ്മൾ സങ്കീർത്തനം 14:53 വായിക്കുന്നു, നാം എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഉലകത്തിൽ പാപമില്ലെന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. എല്ലാവരും പാപത്തിന്റെ അടിമയാണ്. എല്ലാവരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല. എന്നാൽ വീണുപോയ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവമൊരുക്കിയ ഏക രക്ഷാമാർഗം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്വർഗീയ സഭ കൂടുന്നു. വീണുപോയ മനുഷ്യനെ ആരാണ് വീണ്ടെടുക്കുന്നത്? വീണ്ടെടുപ്പ് മരണത്തിലൂടെയാണ്. പാപത്തിന് ശമ്പളം മരണമാകിയാൽ ഒരു മരണത്തിലൂടെ മാത്രമേ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മനുഷ്യനായി പിറവിയെടുത്ത് ഒരുവൻ മരിച്ചാൽ ആരെയും വീണ്ടെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം തന്നെ പദ്ധതി ആവിഷ്കരിച്ചു. മണ്ണിൽ പിറവിയെടുക്കുന്ന സകലരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല. തത്വജ്ഞാനികളുടെ ലോകം ഒരു കാലഘട്ടങ്ങളിൽ അവർ ജ്ഞാനത്തിന് വില കൽപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ, ശ്രേഷ്ഠനായി ജീവിക്കണമെങ്കിൽ അവന് മാതൃക കാണിക്കാൻ ഒരാൾ വേണം. ഒരുവൻ എങ്ങനെ ജീവിക്കണം, സമൂഹത്തോട് എങ്ങനെ ആയിരിക്കണം, കുടുംബത്തിനകത്ത് എങ്ങനെ ആയിരിക്കണം, ആത്മീയമായിട്ട് എങ്ങനെ ആയിരിക്കണം, ഒക്കെ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ച് നന്നാക്കി കൊണ്ടുവന്നാൽ മറ്റുള്ള മനുഷ്യൻ അവരെ കണ്ടുപഠിക്കും. ഇങ്ങനെ തത്വജ്ഞാനികൾ പാഠശാലകൾ പണിതുയർത്തിയിട്ട് ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി. ജ്ഞാനത്തിന്റെ നിറകുടങ്ങളാക്കി ലോകത്തിന്റെ നിറകിൽ കാട്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഇവരെ നോക്കിക്കാട്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയുന്നവർ, ജ്ഞാനത്തോടെ ഇടപെടുന്നവർ. ഇങ്ങനെ ലോകത്തിനു മുമ്പിൽ മാതൃക കാണിച്ചുകൊണ്ട് പഠനശാലകൾ പടുത്തുയർത്തിയെങ്കിലും മാതൃകയായി ചൂണ്ടിക്കാണിച്ച പലരും കാലമേറെ ചെല്ലും മുമ്പ് മരണത്തിന്റെ പിടിയിൽ അമർന്നുപോയി. കല്ലറയിൽ വിലയം പ്രാപിച്ചപ്പോൾ അവരുടെ അകത്തൊരു ചോദ്യം, മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജ്ഞാനിയല്ലേ, പഠനമില്ലേ, പണമില്ലേ, എന്തുകൊണ്ട് മരണം? ഈ ചോദ്യത്തിന് പണ്ഡിത ലോകത്തിന് മറുപടിയില്ല. അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ചരിത്ര ഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മണ്ണിൽ പിറവിയെടുത്ത ഒരുവനും കഴിയത്തില്ല. കാരണം ഈ മണ്ണ് മലീമസമാണ്, പാപമയമാണ്. ഇവിടെ പിറവിയെടുക്കുന്ന എല്ലാവരും പാപികളാണ്. ഇവിടെ പിറക്കുന്ന ഒരാൾക്ക് പിന്നെ മറുപടി പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പാപമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് ഒരുവൻ വരുന്നുവെങ്കിൽ അവൻ ഒരുപക്ഷെ ഇതിന് മറുപടി പറയുമെന്ന് പറഞ്ഞ പണ്ഡിത ലോകം ആ എഴുത്ത് അവസാനിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിതിന് മറുപടിയില്ല. തത്വജ്ഞാനികൾ കീഴടങ്ങി, ജ്ഞാനികളുടെ ശ്രേഷ്ഠന്മാർ കീഴടങ്ങി. എന്നാൽ എൻ്റെ കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ മലീമസമായ മണ്ണിനും മാനവ പ്രകൃതിക്കും അതീതമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്, പാപമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന്, പാപം കൂടാതെ ജനിച്ച ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റുവാൻ അവൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ഒരുവൻ എങ്ങനെ ദൈവഭയമുള്ളവനായി പാപമില്ലാത്തവനോട് ജീവിക്കണം, ദൈവിക ബന്ധം എങ്ങനെ പുലർത്തണം, മരണം എങ്ങനെ ആയിരിക്കണം, മരണാനന്തരം എങ്ങനെ ആയിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മാനവ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ഏക രക്ഷാനായകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ ഐക്യാഗമനത്തിൽ ആ കാലഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ ഉന്നമനത്തിന് രക്ഷയ്ക്ക് വേണ്ടി, ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി വിവിധ മതങ്ങളുടെ അകമ്പടിയിൽ ഭാരപ്പെടുന്ന വിവിധ കർമ്മങ്ങളിലൂടെ അധ്വാനം ചെയ്യുന്ന ആ സമൂഹത്തെ നോക്കി യേശു ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മനുഷ്യനെന്ന മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യാനും മനസ്സാണവൻ.
എത്ര വട്ടം ചെയ്യാനും മനസ്സാണ്, ഒരു മടിയുമില്ല അവർ. കാരണം വല്ല വിധേനയും മരണാനന്തരം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തിൽ എനിക്ക് എത്തിച്ചേരണം. ഈ ചിന്തയോട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എന്താണെന്ന് യെശയ്യാവ് 64:6 രേഖപ്പെടുത്തി. മനുഷ്യന്റെ നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയത്രേ. പ്രൈസ് ദി ലോർഡ്. ആത്യന്തികമായി മനുഷ്യന് ആവശ്യം പാപത്തിൽ നിന്ന് മോചനം നേടണം. അങ്ങനെ മനുഷ്യൻ കണ്ടെത്തിയ, തിരഞ്ഞെടുത്ത, പിൻഗമിച്ച എല്ലാ കർമ്മമാർഗങ്ങളും മരണം കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അതിനപ്പുറം എന്ത് എന്നറിയാൻ കഴിയാതെ മനുഷ്യൻ ഇരിക്കുമ്പോൾ മാനവ ജനതയുടെ ദീനരോധനം, നീണ്ട പ്രാർത്ഥന റോമാലേഖനം 7:24 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ രേഖപ്പെടുത്തി. ആ മനുഷ്യന്റെ നിലവിളി ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പ്രപഞ്ചത്തിലെ തത്വജ്ഞാനികൾക്ക്, ആത്മീയാചാര്യന്മാർക്ക്, പണ്ഡിത ലോകത്തിന്, ഉന്നതന്മാർക്ക് മറുപടിയില്ല. മനുഷ്യന്റെ പ്രാർത്ഥന ഇങ്ങനെ ഉയരുകയാണ്: ആരാണ് ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ മറ്റൊരു നിലയിൽ നമ്മുടെ രാജ്യത്തും പലയിടങ്ങളിൽ ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ മരണത്തിലാണ്, ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണം. ഞങ്ങൾ ഇരുളിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണം. ഞങ്ങൾ അസത്യത്തിലാണ്, സത്യത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥമായി ഉത്തരം കൊടുത്ത ഒരുവനുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിലെത്തുന്നില്ല. അപ്പൊ ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ അടുത്തു വരുവാൻ ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പാപം നിമിത്തം ഇരുള് വ്യാപരിച്ച അന്ധകാര ലോകത്തിൽ ആ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ വഴികാട്ടുവാൻ, ദിശ കാണിക്കുവാൻ വെളിച്ചമായി ഇറങ്ങി വന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് ദേശത്തോട് ഞങ്ങൾ അടിവരയിട്ട് വിളംബരം ചെയ്യുന്നു. എനിക്ക് മുമ്പേ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയ ദൈവദാസന വാക്യത്തെ ഇങ്ങനെയാണ് അദ്ദേഹം വിവരിച്ചു പറഞ്ഞത്: ഒരു മനുഷ്യന് വിപ്ലവതരമായ മാറ്റങ്ങൾ വരുത്തുവാൻ പര്യാപ്തമായ തിരുവെഴുത്തിലെ ആ വാക്യം ഞങ്ങൾ ഒരുമിച്ച് ദേശത്തോട് വിളിച്ചു പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഈ വാക്യമാണ് നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ക്രിസ്തുവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പര്യാപ്തമായ ഏറ്റവും ഈടുറ്റൊരു സന്ദേശം തന്നെയാണ് മറ്റൊന്നിലും രക്ഷയില്ലെന്നാൽ കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ജനനവേളയിൽ അല്ലെങ്കിൽ ആ 8-ാം നാളിൽ ആലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ 8 ദിവസം പ്രായമുള്ള ശിശുവിനെ കയ്യിലേന്തിക്കൊണ്ട് ഇതാ ശിമിയോൻ എന്ന വന്യവയോധികനായ ആ മനുഷ്യൻ ആത്മനിറവോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു: ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ അടിനെ വിട്ടേക്ക, സകല ജാതികൾക്കും നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. 8 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ശിമിയോൻ ലോകത്തോട് വിളിച്ചു പറയുന്നു: ഇത് കേവലം ഒരു മനുഷ്യപ്രജ മാത്രമല്ല, ഇത് മുഴു ലോകത്തിന്റെയും രക്ഷകനാണ്, മാനവകുലത്തിന്റെ ഏക രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സകല ജാതികൾക്ക് നീ ഒരുക്കിയ നിന്റെ രക്ഷ. ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഉള്ളതല്ല. സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തു രക്ഷകനാണ്. വീണുപോയ മനുഷ്യന്റെ നിലവിളി: ആരാണ് ഞങ്ങൾ രക്ഷിക്കുന്നത്? ആ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ സ്വർഗം തന്നെ അതിന് പദ്ധതി ആവിഷ്കരിച്ചു. സ്വർഗീയ സഭ അനന്തരം ഞാൻ ആരെ അയക്കും? ആർ നമുക്ക് വേണ്ടി പോകും? പുത്രൻ പറഞ്ഞു: ഞാൻ റെഡി. സ്തോത്രം. പരിശുദ്ധാത്മ പറയുന്നു: അങ്ങിറങ്ങിച്ചെന്നാട്ട്, അങ്ങിലേക്ക് ഞാൻ ജനത്തെ അടുപ്പിച്ചുകൊള്ളാം. പിതാവ് പുത്രനെ അയക്കാൻ സന്നദ്ധനാകുന്നു. പുത്രൻ സ്വയമായി ഇറങ്ങി വരാൻ മനസ്സ് വെക്കുന്നു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലേക്ക് ജനത്തെ അടുപ്പിക്കുന്നു. ക്രിസ്തുവിലായ ജനത്തെ സകല സത്യത്തിലും വഴി നടത്തുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേകൻ ഈ ശുശ്രൂഷയിൽ കൃത്യമായ പങ്ക് വഹിച്ചതുകൊണ്ട് ദൈവദാസൻ വായിച്ച വാക്യത്തിൽ ഒരു ഇടുറ്റ വാക്യമുണ്ട്: ഇത്ര വലിയ രക്ഷ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചൊരുക്കിയ ഈ രക്ഷ ഇത്ര വലിയ രക്ഷയാണ്. ഇത് അവഗണിക്കരുത്.
ഇതിനോട് മറുതലിക്കരുത്, മത്സരിക്കരുത്. ഇത് മനുഷ്യന്റെ ജൽപ്പനങ്ങളല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകലത്തിന്റെ സൃഷ്ടാവ്, വീണുപോയ മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷയാണ്. അതുകൊണ്ട് വിളിച്ചു പറയും, സഹോദര, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഈ ക്രിസ്തുവിനെ നിന്റെ രക്ഷാനായകനായി ഉൾത്തടത്തിൽ അംഗീകരിച്ചു കൊള്ളണം. അതിനാണ് ഈ യോഗം ഞങ്ങളിവിടെ നടത്തുന്നത്. അങ്ങനെ പിതാവ് പുത്രനെ അയക്കാൻ മനസ്സ് വരുന്നു. പുത്രൻ വരാൻ സന്നദ്ധനാകുന്നു. പരിശുദ്ധാത്മാവ് ഒരുക്കി അവരെ ക്രിസ്തുവിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നു. ആ വാക്യങ്ങളുടെ ഒരു പ്രവചന രൂപം 40-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം? യെശയ്യാവ് എഴുതി, ക്രിസ്തുവിൻ്റെ ജനനത്തിനും ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് ആത്മനിയോഗിതനായി താൻ തൂലിക ചലിപ്പിച്ചു. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? 53 ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ 52, 53 അധ്യായങ്ങൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ അതിന് 53:10 യെശയ്യാവ് രേഖപ്പെടുത്തി, അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയുടെ വില നിനക്കറിയാമോ? സകലത്തിന്റെ ആധാരമായിരുന്ന പ്രിയപുത്രനെ നിനക്ക് വേണ്ടി ക്രൂശിൽ അവൻ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയ രക്ഷയാണ്. ഇതിനെ ഗണ്യമാക്കാതെ പോകരുത്. ഇന്ന് രാത്രി ഈ വചനത്തോട് ആമേ സമീപിക്കുക. ഹൃദയം ഇന്ന് രാത്രി തുറക്കുക. ഇത്ര വലിയ രക്ഷ. സ്തോത്രം. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ക്രൂശിൽ അവനെ തകർക്കുകയാണ്. സ്തോത്രം. യെശയ്യാവ് 52:10 ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണണം. സകല ജാതികളും അവങ്കിലേക്ക് തിരിയേണ്ടതിന് വേണ്ടി അവൻ ഉയർത്തിയിരിക്കുന്നു തൻ്റെ പ്രിയപുത്രനെ. പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവനെ, സകലത്തിൻ്റെയും ആധാരമായിരുന്നവനെ, സൃഷ്ടികാരണ സത്തയായിരുന്നവനെ ഈ മണ്ണിലേക്ക് ജഡത്തിൽ അയച്ച് നമുക്ക് തുല്യനായി, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ഈ മണ്ണിൽ പിറന്ന് പാപം ചെയ്യാത്തവനെ, പാപികളായ നമ്മുടെയെല്ലാം പാപം അവന്റെ മേൽ ചുമത്തി അവനൊരകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുകയും ചെയ്തു. മുഴുലോകത്തിൻ്റെയും പാപഭാരം ഗദസമനയിൽ എന്റെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ആ വേദനയുടെ ആധിക്യത്തിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ മാറ്റണമേ. അതിന് സമയം കൊടുത്തില്ല, വേഗത്തിൽ പറഞ്ഞെങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. എന്തായിരുന്നു അവിടുത്തെ ഇഷ്ടം? പ്രിയപുത്രനെ തകർത്ത് കളയുവാൻ അവന് പ്രസാദം തോന്നി. ക്രിസ്തുവിന്റെ മേൽ മുഴുലോകത്തിന്റെ ഈ പാപം ചുമത്തിയിട്ട്, സ്തോത്രം, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ രക്ഷയുടെ വില വലുതാണ്. അതുകൊണ്ട് തിരുവെഴുത്തിലെ ആദ്യ പുസ്തകം എന്ന് ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന യോബിന്റെ പുസ്തകം, ആ പുസ്തകത്തിൽ പോലും അതിൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തി 36:18 ഇങ്ങനെ പറയുന്നുണ്ട്, മറുവിലയുടെ വലിപ്പം ഓർത്ത് നീ തെറ്റിപ്പോകരുത്. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ടെ. മറുവിലയുടെ വലിപ്പം ഓർത്ത് തെറ്റിപ്പോകരുത്. ആരാണ് മറുവില? യോഹന്നാൻ മർക്കോസ് 10:45, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തന്റെ ജീവനെ കൊടുപ്പാനും അത്രേ വന്നത്. മാനവ ജനതയുടെ പാപത്തിന്റെ മറുവിലയായി, പാപത്തിന്റെ ശമ്പളം മരണമാകിയാൽ ആ മരണം വരിക്കുവാൻ മഹാദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഏക രക്ഷാനായകൻ, ഏക വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷയെ എന്ന തിരുവെഴുത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തു നമ്മെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവെങ്കിലേക്ക് അടുത്തു വരുന്നില്ല. അങ്ങനെയെങ്കിൽ വീണുപോയ മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തെങ്കിലേക്ക് അവനെ തിരിക്കുന്നത് സുവിശേഷമാകയാലാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്ത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ
തേജസ്സേറിയ കർത്താവിന്റെ അരികിലേക്ക്, തേജോമയനായ ദൈവത്തിന്റെ അരികിലേക്ക് മനുഷ്യന് പാപിയായവൻ അടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇതാ ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് ജഡത്തിൽ അവതരിക്കുമ്പോൾ, പഴയ നിയമങ്ങളിൽ തേജോമയനായ ദൈവമെന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, പുതിയ നിയമഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നത് തേജോമയനായ ദൈവമെന്നല്ല, സ്നേഹവാനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ആ ക്രിസ്തുവിലൂടെ തന്റെ മക്കളാക്കി തീർക്കുകയാണ്. പുതിയ നിയമഭാഗങ്ങളിൽ നാം വായിക്കുന്നത് സ്നേഹവാനായ ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹത്തിലേക്ക് ഏത് മനുഷ്യനും അടുത്തു വരാം. ഒരു പാപിക്ക് ആ സ്നേഹവാനായ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാം. പാപിക്ക് തേജോമയനായ ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല. സ്നേഹവാനായ ദൈവത്തിൻ്റെ അരികിലേക്ക് അവൻ അടുത്തു വരാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ മണ്ണിൽ വെളിപ്പെട്ടത് കേവലം മനുഷ്യനായിട്ടല്ല, പാപമടിക സകലത്തിൽ നമുക്ക് തന്നെ വന്നെങ്കിലും അവൻ സ്നേഹനിധിയായി വന്നു. തൻ്റെ അരികിലിരുന്ന് പെസഹയുടെ അപ്പം മുറിച്ച് ഭക്ഷിച്ചിട്ട് ഇതാ കർത്താവിനെ ഒറ്റിക്കൊടുത്ത സഹോദരനോടും അവനെയും വിളിക്കുന്നത് സ്നേഹിതാ. മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ ഒറ്റിക്കൊടുക്കുന്നത്. സുവിശേഷകൻ തെരുവിൽ അടിയേൽക്കപ്പെട്ടാൽ, നിന്ദിക്കപ്പെട്ടാൽ, പരിഹസിച്ചാൽ, അപമാനിച്ചാൽ സഹോദര എന്ന് വിളിക്കാനാണ് ഈ പുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആമേൻ. സ്നേഹിക്കുവാൻ ഉലകത്തെ പഠിപ്പിച്ച ഒരു പുസ്തകം, സ്നേഹിക്കാൻ ലോകത്തെ മാതൃകയാക്കിയ ഒരു പുസ്തകം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അതിന്റെ സാരസത്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന ശ്രീ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. സ്നേഹമായി അവൻ വെളിപ്പെട്ടു. ദൈവത്തിന് മനുഷ്യനെ മധ്യേ നിന്നുകൊണ്ട് പാപിയായ മനുഷ്യനെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അടുത്തു വരുന്നവനെല്ലാം സൗഖ്യം നൽകി. അവൻ ചെയ്യുന്നത് പാപമോചനം നൽകി പറയുന്നു, ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പാപം ചെയ്യരുത്. ഇതുവരെയുള്ള നിന്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തി കഴിഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. ക്രിസ്തുവിൻ്റെ അരികിൽ വന്നവരോടെല്ലാം പറയുന്നതാ, ഇനി നീ പാപം ചെയ്യരുത്. ഇതുവരെയുള്ള നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ ശിക്ഷ ഏറ്റെടുത്ത് കഴിഞ്ഞു, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നു, ഇനി നീ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപത്തിൽ അവന് പരിഹാരം വരുത്തി അവനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. പൗലോസ് ഈ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറയാണ്, എല്ലാവരോടും എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. പറയുന്നതല്ല, കൽപ്പിക്കുന്നു. ദൈവകൽപ്പനയാണ്. സ്തോത്രം. എല്ലാവരും മാനസാന്തരപ്പെടണം. ഉലകത്തിലെ സകല മനുഷ്യരും മാനസാന്തരപ്പെടണം. ഏത് ലോകത്തിന്റെ ഏത് കോണിൽ കിടക്കുന്നവനും, ഉന്നതനായാലും താഴ്ന്നവനായാലും, മനുഷ്യൻ വച്ചിരിക്കുന്ന സമൂഹത്തിലെ ഏത് ശ്രേണിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവരെല്ലാവരും മാനസാന്തരപ്പെട്ടേ മതിയാകൂ, മനം തിരിഞ്ഞേ മതിയാകൂ. കാരണം സുവിശേഷത്താലാണ് ഈ വ്യക്തി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവ് 30:15 ഇങ്ങനെ പറയുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മനം തിരിയണം. മനം തിരിഞ്ഞു വന്നവൻ ആ തിരിഞ്ഞു വന്ന പാപമില്ലാത്ത അവസ്ഥയിൽ അടങ്ങി പാർക്കണം, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. യിരെമ്യാവ് 4:14 പറയാണ്, യെരൂശലേമേ നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക. സുവിശേഷം മനുഷ്യരോട് പറയുന്നത് നിന്റെ ഹൃദയത്തിലെ പാപ സ്വഭാവത്തെ എറിഞ്ഞു കളയുക, മദ്യപാന സ്വഭാവത്തെ എറിഞ്ഞു കളയുക, മാതാവിനെ പിതാവിനെ ഉപദ്രവിക്കുന്ന സ്വഭാവം എറിഞ്ഞു കളയുക, മറ്റുള്ളവനെ ഇല്ലാതാക്കുന്ന ദുഷിച്ച പ്രവണതയെ ഹൃദയത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് വചനത്താൽ നിന്റെ ഹൃദയത്തെ കഴുകി, കർത്താവിന്റെ രക്തത്താൽ ഹൃദയത്തെ കഴുകി അതിനകത്ത് സുവിശേഷം നിറയുവാൻ അവസരം കൊടുത്താൽ നീ ദൈവത്തെങ്കിലേക്ക് തിരിയും നിശ്ചയമായി. പിശാച് ചെയ്യുന്നത് ഈ ഹൃദയം നന്നായി തുറക്കാതിരിക്കാൻ, വിട്ടുകൊടുക്കാതിരിക്കാൻ പദ്ധതി ഒരുക്കും. അതാ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന, ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുകയാണ്. ആ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ഒരുവൻ ഈ മണ്ണിലേക്ക് വന്നു. അവന്റെ പേരത്രേ നസറേയനായ യേശു. കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, പാപികൾക്ക് പാപമോചനം നൽകുവാൻ ഉലകത്തിൽ അവതരിച്ച ഒരേ ഒരു രക്ഷാനായകൻ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തു ഉലകത്തിൽ വന്നത് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം
നൽകി അവരെ നിന്റെ മകനാക്കി മകളാക്കി ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ആ ക്രിസ്തുവിലേക്ക് നമ്മൾ മാറുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന് സമസ്ത മേഖലയിലും മാറ്റം വരികയാണ്. ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് ഞാൻ പര്യവസാനം കുറിപ്പിക്കട്ടെ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന മനുഷ്യൻ, നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് മാതാപിതാക്കന്മാർ പണിതുയർത്ത മനോഹര ഭവനത്തിൽ ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാതിരിക്കുന്നവൻ, വീട്ടിലേക്ക് ചെല്ലുന്ന വേളയിൽ അവന്റെ മേൽ വാഴ്ച നടക്കുന്ന ഈ ലഗിയോൻ എന്ന പൈശാചിക ആ ബാധ അവനെ കല്ലറയിലേക്ക് ഓടിക്കുന്നു. വസ്ത്രമെല്ലാം പറിച്ചു കളഞ്ഞ് ശരീരത്തെ മുറിവേൽപ്പിച്ച് അവനെ കല്ലറയിലേക്ക് ഓടിക്കുമ്പോൾ അവൻ്റെ ഈ നിലവിളി ആരാണെന്ന് രക്ഷിക്കാൻ ഇറങ്ങി വരുന്നത്? ആർക്കും അവിടെ കടന്നു ചെല്ലാൻ കഴിയാതിരിക്കുമ്പോൾ സോളമന്റെ കാലം മുതൽ എല്ലാവരും ഈ പട്ടണത്തെ തള്ളി 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 കളഞ്ഞിട്ടെങ്കിലും ഹീരാമിന് കൈമാറാൻ നോക്കി. ഹീരാം പറഞ്ഞു, ഈ പട്ടണം എനിക്ക് വേണ്ട. അന്ന് മുതൽ ആ ദേശത്തിന് പേര് വീണു കാബൂൾ ദേശം, അന്ധകാരത്തിലെ ദേശം. ആർക്കും ഉദ്ധരിക്കാൻ കഴിയാതെ ഞാൻ തള്ളിക്കളഞ്ഞ ധനവാനായ ഹീരാം തള്ളിക്കളഞ്ഞ ഈ പട്ടണത്തെ, ആ പട്ടണത്തിന് ജനത്തിന് നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ, പട്ടണത്തിന് നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ സ്വർഗം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. യെശയ്യാവ് എഴുതി, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ ക്രിസ്തു ഈ മണ്ണിലേക്ക് വരുമ്പോൾ ഇതാ ആ ഗദരദേശത്തിലേക്ക് അവൻ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ അന്ധകാര ശക്തി യാത്രയെ തടയാൻ പടകിൽ കാറ്റായി ഓളങ്ങളായി അടിച്ചുയർന്നെങ്കിലും പടകിൽ ഉറങ്ങിയവനെ ശിഷ്യന്മാർ ഉണർത്തി പറഞ്ഞു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലേ? കർത്താവ് പറഞ്ഞു, വിചാരമുണ്ട്. എന്നാൽ ഈ യാത്ര നിങ്ങൾ ചിന്തിക്കുന്നവരുടെ യാത്രയല്ല. ചിലതിനെ എന്നേക്കുമായി ഈ ദേശത്തു നാട്ടിപ്പായിക്കുവാൻ, ചിലതിന്റെ ആധിപത്യത്തിന് അടിവരയിടുവാൻ ഞാൻ ഈ മണ്ണിലേക്ക് വന്നിരിക്കുകയാ. പടകിൽ എഴുന്നേറ്റവൻ കാറ്റിനെ ശാസിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ ദേശത്തോട് പറയുന്നു, ദൈവം ഇന്ന് രാത്രി എഴുന്നേൽക്കുകയാ. ചിലതിനെ ശാസിച്ച് നിർത്താൻ പോകുക, ചിലതിനെ അടക്കി നിർത്താൻ പോകുക, ചിലതിനെ നിശ്ചലമാക്കാൻ പോകുക. യെസ്, ഹല്ലേലൂയ. ആ യാത്രയെ തടയാൻ കഴിയാതെ ആ പടകിൽ ശിഷ്യന്മാരും അഗദരദേശത്തേക്ക് കർത്താവ് അടഞ്ഞു. കാലുവെച്ച മാത്രയിൽ ഇതാ ഭൂതഗ്രസ്തൻ ഓടി വന്നു പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? യേശു മഹോന്നതനായ ദൈവപുത്രനെന്ന് തിരിച്ചറിയാം. അവന് നന്നായി അവന്റെ തലതർക്കാൻ വരുന്ന, അവനെ എന്നേക്കുമായി അവന്റെ പദ്ധതികളെ പൊളിക്കുവാൻ വരുന്ന, അവന്റെ പ്രവർത്തികളെ അടിക്കുവാൻ വരുന്ന യേശുവിനെ നന്നായി അറിയാമായിരുന്നു പിശാചിന്. അതുകൊണ്ട് അവൻ പറയാ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താൻ എന്നെ ദണ്ഡിപ്പിക്കരുത്. യേശു പറഞ്ഞു, ശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോവുക. നൂറ്റാണ്ടുകളായി ആർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്ന ഈ യൗവനക്കാരൻ്റെ മേൽ നിന്ന് അവയെല്ലാം ഓടി മാറിയതിൻ്റെ ചരിത്രം നമുക്ക് നന്നായി അറിയാം. പന്നികളിൽ അതെല്ലാം കയറിയിട്ട് എല്ലാം കടലിലേക്ക് പോയി വീർപ്പ് വിട്ട് ചത്തു. മേയ്ക്കുന്നവർ കണ്ടിട്ട് പറഞ്ഞു, ഈ പട്ടണം വിട്ടു പോയിക്കോണം. ഇന്ന് പിതാ സുവിശേഷത്തോടുള്ള മറുപടി, ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും ഇവിടെ വേണ്ട, കൊണ്ടുപോകൂ. സ്തോത്രം. യേശു പറഞ്ഞു, അല്ല ഞങ്ങളിവിടെ പറയുമെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞായിക്കോട്ടെ, തിരികെ പോന്നു. പക്ഷേ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ചവൻ യേശുവിൻ്റെ അരികിൽ വന്നു, സുബോധമുള്ളവനായി, വസ്ത്രം ധരിച്ചവനായി ആ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, നാഥ ഈ ദേശത്തിലെ ജനത്തിന് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതെ സുബോധമില്ലാത്തവനായി എല്ലാവരുടെ കണ്ണിൽ ഒരു ഭ്രാന്തനെ പോലെ ഒരു സംസാര വിഷയമായി മാറിയ, ഒരു തരത്തിൽ പറഞ്ഞ എൻ്റെ മാതാപിതാക്കന്മാർ പോലും എനിക്കിനി ജീവിതത്തിൽ വിമോചനമില്ലെന്ന് പറഞ്ഞ എന്നെ തേടി അങ്ങ് വന്നല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പിന്നാലെ വരികയാണ്. ഇതാണ് സുവിശേഷം. അകത്ത് കയറിയാലുള്ള പ്രത്യേകത. അന്നു മുതൽ അവൻ ക്രിസ്തുവിനെ പിൻപറ്റും. ഇത് പണം കൊടുത്ത് മാറ്റുന്ന മാർഗമല്ല സഹോദര, ഇത് ജീവിതത്തിൽ സൗഖ്യം കൊടുക്കുന്ന മാർഗമാ, സമാധാനം കൊടുക്കുന്ന മാർഗമാ, ജീവിതത്തിൽ വെളിച്ചം കൊടുക്കുന്ന മാർഗമാണ് സുവിശേഷം. അതുകൊണ്ടാണ് ഇതെല്ലാവരോടും ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ട. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കർത്താവേ, ഒരുത്തൻ മനസ്സോടെ പറഞ്ഞപ്പോൾ കർത്താവ് പറയുക എൻ്റെ കൂടെ വരണ്ട. പക്ഷേ ഒരുവനോട് പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരിക എന്നുള്ള അവൻ പറഞ്ഞു, എൻ്റെ അപ്പനെ അടക്കാൻ അനുവാദം പറഞ്ഞു, നടക്കുകയില്ല. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ എൻ്റെ കൂടെ വാ. കണ്ടോ, മനസ്സോടെ
ഒരുവൻ വരുന്നില്ല എന്ന് പറഞ്ഞു, അല്ല നീ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മനസ്സോടെ വരുന്നു എന്ന് പറഞ്ഞ ഇവനോട് പറയാ, നീ വരണ്ട, നിന്റെ വീട്ടിൽ പൊക്കോളാൻ. അപ്പൊ എനിക്ക് തോന്നി കർത്താവ് എന്താ അങ്ങനെ ചെയ്തത്. പക്ഷെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സംഗതി മിസ്റ്റേക്ക് പറ്റിയത് കർത്താവിനല്ല, എനിക്കാണ്. കാരണം വീട് എന്ന് പറയുന്നത് ഇവനൊരു വിദൂര സ്വപ്നമായിരുന്നു. ഒരിക്കലും ആ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, പിശാച് നിന്നെ വീട്ടിൽ കിടത്തുകയെന്നല്ലേ പറഞ്ഞു, അവൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് ഞാൻ വന്നത്. പൊക്കോ, സമാധാനത്തോടെ പോയി നിന്റെ വീട്ടിൽ പാർക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന പലർക്കും കാണും ഒത്തിരി ജീവിത അനുഭവങ്ങൾ. വീട് ഒരു കണ്ണീരിൻ്റെ ഇടമായി മാറിയ എത്രയെത്ര നാളുകൾ, ഒരുക്കി പറ്റിയ ആഹാരം കഴിക്കാൻ കഴിയാത്ത നാളുകൾ ജീവിതത്തിലായിരുന്നില്ലേ? മാറ്റം തന്നത് ആരാണ്? സുവിശേഷമാണ് മാറ്റം വരുത്തിയത്, സുവിശേഷമാണ് രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പന്തലിനടിയിൽ വന്നിരുന്ന് ഈ സുവിശേഷ ഘോഷണത്തിന്റെ ഭാഗമായി പലരും വന്നിരിക്കുന്നത്. അവനോട് പറഞ്ഞു, നീ വീട്ടിൽ പൊക്കൂ. അവൻ മൗനമായിരുന്നില്ല. അവൻ വീട്ടിൽ പോവുക മാത്രമല്ല, അതെക്കപ്പൊലി ദേശം മുഴുവൻ വിളിച്ചു പറഞ്ഞു, എന്നെ സൗഖ്യമാക്കി ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശുവെന്നത്രേ. ഹല്ലേലൂയ. ദെക്കപ്പൊലി ദേശം മുഴുവനും നിറച്ചു എന്ന് പറഞ്ഞാൽ ആ ദേശം മുഴുവൻ സുവിശേഷം എല്ലാവരോടും അവൻ പറഞ്ഞു. യേശുവാണ് പാപവിമോചകൻ, യേശുവാണ് വീണ്ടെടുപ്പുകാരൻ, യേശുവാണ് സൗഖ്യദായകൻ, യേശുവാണ് ഏക സത്യ നിത്യ ദൈവമെന്ന് ദെക്കപ്പൊലി ദേശം മുഴുവൻ പറഞ്ഞു. ഈ ഭൂതകസ്ത്രം മാത്രമല്ല, ശമരിയാസ് ചെയ്തത് തന്നെയല്ലേ. അവൾ ആ ദേശം മുഴുവൻ നിറച്ചു. എന്റെ പാപങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു, അവൻ മശിഹയത്രേ. ഇതാണ് സുവിശേഷത്തിന് പ്രത്യേകത. ഈ ദേശത്തുനിന്നും ചിലരതയും അത്തരത്തിൽ കാണുകയാണ്. കൂടപ്പറപ്പേ, നിന്റെ വീട് ഒരു കണ്ണീർക്കളമായി മാറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ വീട് അസ്വസ്ഥത നിറഞ്ഞ ഇടമായി മാറിയിട്ടുണ്ടെങ്കിൽ, സമാധാനം നൽകുവാൻ ഒരുവൻ ഈ പന്തലിൽ വന്നിട്ടുണ്ട്. അവന്റെ പേര് സമാധാനത്തിന് പ്രഭു എന്ന് മാത്രമല്ല, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭുവായവൻ ഇന്ന് രാത്രി അങ്കണത്തിൽ വന്നിട്ടുണ്ട്. അവനെ നിന്റെ കൂടാരത്തിലേക്ക് നീ ക്ഷണിക്കുക. കണ്ടാലും ഞാൻ വാതിൽക്കന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് അകത്ത് വന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അനുവാദമില്ലാതെ ഒരുത്തൻ്റെ അകത്ത് ക്രിസ്തു വരത്തില്ല സഹോദരാ. സ്തോത്രം. ഇത് നിർബന്ധിതമൊന്നുമല്ല. നിന്റെ ഹൃദയകവാടത്തിൽ മുട്ടുന്ന ക്രിസ്തുവിനെ, സുവിശേഷത്തെ തള്ളിക്കളയരുത്. നമ്മളെ കേട്ട് കഴിഞ്ഞു, തള്ളിക്കളയരുത്. കാരണം ഈ സുവിശേഷത്താൽ മാനവ ജനതയെ, പ്രപഞ്ചത്തെ ന്യായം വിധിക്കുവാൻ ഒരുവൻ വേഗം വരുന്നുണ്ട്. അന്ന് ഈ സുവിശേഷത്തിന്റെ വാക്കുകൾ അനുസരിച്ച് രക്ഷിക്കപ്പെടാതെ പാപിയായി നീ മരിച്ചാൽ നരകത്തിലേക്ക് തള്ളപ്പെടാതിരിക്കുവാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് പൗലോസ് രേഖപ്പെടുത്തുകയാണ്, ഇപ്പോൾ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ലെന്ന്. അറിയായ്മയുടെ കാലം, ദൈവമാരെന്നറിയാത്ത ഒരു കാലം, വിധേയതെന്നറിയാത്തൊരു കാലം, ശരിതെറ്റുകൾ തിരിച്ചറിയാത്തൊരു കാലം, ജ്ഞാനമില്ലാത്തൊരു കാലം. ആ കാലത്തെ ദൈവം ഓർക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ ക്രിസ്തുവിനെ കൃത്യമായി രേഖപ്പെടുത്തി അവന്റെ വാക്കുകൾ നിങ്ങളുടെ കാതിൽ കേട്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ഹൃദയത്തെ കർത്താവിനായി സമർപ്പിക്കുക. സ്തോത്രം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഈ ദൈവകൽപ്പനയോട് മറുതലിക്കാതെ ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ഈ കർത്താവിനായി ഹൃദയത്തെ കൊടുത്താട്ട്. സ്തോത്രം. പറഞ്ഞാട്ടെ, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. പാപത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ പാപത്തെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ ഞാൻ പിൻപറ്റുന്ന കർമ്മകാണ്ഡങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രക്ഷ വേണം, എനിക്ക് വീണ്ടെടുപ്പ് വേണം, എനിക്ക് നിത്യജീവൻ വേണം. ഇന്ന് രാത്രി നിത്യജീവൻ നൽകുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തെയും കർത്താപിതാവ് സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമുക്ക് മതവിലയായി നൽകി. ഈ സ്നേഹത്തെ മറന്ന് പോകരുതേ കൂടപ്പുറപ്പേ. ഈ സ്നേഹത്തിന് ആഴം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ
ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി. ക്രൂശിൽ അവൻ എനിക്ക് നിങ്ങൾക്ക് മറുവിലയായി തീർന്നു. അവസാനത്തുള്ള രക്തം വരെ ഊറ്റി ക്രൂശിൽ മരിച്ചു. കല്ലറയ്ക്ക് അവനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ കല്ലറ ഭേദിച്ചു കൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 നാളുകൾ തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ഒപ്പം സഞ്ചരിച്ച് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സത്യസുവിശേഷം പ്രസംഗിക്കണം. സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. പ്രിയ കൂടപ്പിറപ്പേ, നിങ്ങൾ ശിക്ഷാവിധിയിലകപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി നിയോഗത്തോടെ ഞങ്ങൾ ഈ ദേശത്ത് ഈ നിത്യസുവിശേഷമാകുന്ന ഏകസത്യനിത്യതീയമായ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ഹൃദയത്തെ താഴ്ത്തി പാപവഴികൾ വിട പറഞ്ഞ് ഹൃദയമകനായി തീരുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കുമോ? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രാത്രി ഉറങ്ങി അടുത്ത പ്രഭാതം ഉണരുമെന്ന് ഉറപ്പോടെ പറയാൻ നമുക്കാർക്കും കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ ധൈര്യത്തോടെ പറയാം, മരണത്തിന് പോലും എന്നെ എൻ്റെ കർത്താവിങ്കിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത്തരത്തിലുള്ള ഒരു ആത്മീയബന്ധം ക്രിസ്തുവുമായി ഒരുക്കിയെടുത്തുകൊണ്ട് സത്യദൈവമായ തേജസ്സേറിയ കർത്താവിനെ അനുഭവിലേക്ക് അവൻ്റെ മകനായി മകളായി മടങ്ങി വരുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഇങ്ങനെയൊരു അവസരം ക്രമീകരിച്ച് നൽകിയ ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദേശത്തോട് ഇങ്ങനെ വിളംബരം ചെയ്യാം. നമ്മുടെ ക്രൈസ്തവ വിളംബരം, മറ്റൊരുവനിലും രക്ഷയില്ല, ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് നന്മയുള്ളവരായി, സ്നേഹമുള്ളവരായി, മനുഷ്യനെക്കുറിച്ച് ആത്മഭാരമുള്ളവരായി പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.